എല്ലാവർക്കും ജോൺ പ്രാണ്ടസന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ക്രൈസി എക്സ്പെരിമെന്റ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സംഭവം നമ്മൾ ഡിസ്ട്രോയിങ് ടെസ്റ്റ് ആണ്. നമ്മുടെ കോഫി മെഷീൻ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബോസ്റ്റിന്റെ കോഫി മെഷീൻ ഉണ്ട്, കാണാൻ പറ്റും. ബോസ്റ്റിന്റെ ടാസിമോ എന്ന് പറഞ്ഞൊരു കോഫി മെഷീനാണിത്. അപ്പോൾ ഇത് സംഭവം നമ്മളൊന്ന് ഡിസ്ട്രോ ചെയ്യാൻ പോകുന്നു. നമ്മൾ നിലത്തിട്ട് ഡ്രോപ്പ് ചെയ്യുക, അത് ഡ്യൂറബിലിറ്റി ടെസ്റ്റ് നോക്കും. അതുപോലെ തന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ സ്ക്രൂ എല്ലാം ഉരുട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് നോക്കും. അപ്പോൾ ആദ്യമേ നമുക്ക് ഡ്യൂറബിലിറ്റി ടെസ്റ്റ് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കോൺക്രീറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾക്ക് ഡ്യൂറബിലിറ്റി ടെസ്റ്റ് എന്തായാലും നോക്കണമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വർക്ക് ചെയ്യുന്ന നല്ലൊരു ബോസ്റ്റിന്റെ കമ്പനീന്റെ സാധനം അല്ലേ നിങ്ങൾ വിചാരിക്കും. സംഭവം ആയിരുന്നു, വർക്ക് ചെയ്യുന്ന അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോഫി മെഷീൻ ആയിരുന്നു. ഒരു 3 ആഴ്ചയൊക്കെ വർക്കായി. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചൂട് വരുന്നില്ല. അതുപോലെ തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ പാല് ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും, പാലില്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മൾ കോഫി ഉണ്ടാക്കുമ്പം നമ്മുടെ കോഫി റെഡി ആകത്തില്ല. ചില സമയത്ത് ഇതിന് ഹീറ്റില്ല, അതുകൊണ്ട് തണുത്തു പോകും കോഫി. ആൻഡ് നമ്മൾ ഇവിടെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എറർ എന്ന് പറഞ്ഞ് കാണിക്കും. സോ നമ്മൾ കുറെ വട്ടം ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഇതിൽ തന്നെ ഒരു ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്തായിരുന്നു. പക്ഷേ ഇത് വർക്കായില്ല. ആൻഡ് ഇപ്പോൾ തന്നെ നമുക്കൊരു തുള്ളി പോലും കോഫി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് കോഫി വരുന്നില്ല. നമുക്കിത് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ നോസിൽ വരുന്നത്. ഇവിടുന്ന് കോഫി വരുന്നില്ല, എറർ എന്ന് പറഞ്ഞ് കാണിക്കുവാണ് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ. സോ നമ്മൾ ഇനിയിപ്പോൾ ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമ്മൾ കളയാൻ വെച്ചേക്കുന്നതാണ്. സംഭവം വർക്കാകത്തില്ല. സംഭവം മെയ്ഡ് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. സോ നമുക്ക് എന്തായാലും ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഗൈസ് നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇവിടെ അതെ കോൺക്രീറ്റ് ആണ്. സോ ഇവിടെ നമുക്ക് എന്തായാലും ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ഫോണിലെ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇടാൻ പോവാണ്. നമ്മൾ ആദ്യമേ കല്ലെല്ലാം എടുത്ത് നോക്കാം. ഓക്കെ, 3. അപ്പോൾ നമുക്ക് ആദ്യമേ ചെറിയ ഹൈറ്റ് ചെയ്തിട്ട് നോക്കാം. 3, 2, 1. ചെറിയ ഹൈറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ തന്നെ സംഭവം പണി കൊള്ളും കേട്ടോ. അപ്പോൾ ഈ സംഭവമാണ് പോയേക്കുന്നത്. ഇത് നമുക്ക് വീണ്ടും അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ നമുക്ക് വീണ്ടും സംഭവം അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇതുണ്ടോ, ഇതിങ്ങനെ ഊരാനൊക്കെ പറ്റും. ഈ സംഭവം നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. ഊരിയെടുത്തിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് വീണ്ടും അറ്റാച്ച് ചെയ്ത് വെക്കുവാണ്. പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും ഇല്ല. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. ഇത് ഓൾറെഡി ഇച്ചിരി ചെളിയായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ ഇട്ടിട്ട് പറ്റിയൊന്നുമല്ല. സോ ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഒന്നും കൂടെ കുറച്ച് ഹൈറ്റ് ചെയ്തിട്ട് നോക്കാം. 3, 2, 1. Oh guys, oh my god, oh my god guys. സംഭവം ഞാൻ എന്താ കാണിച്ചു തരാം. എൻ്റെ പൊന്നോ, ചെറിയൊരു ഹൈറ്റിൽ നിന്ന് വീണാൽ മതി, സംഭവം തീർന്നു കേട്ടോ. എൻ്റെ മോനെ എല്ലാം കാണാം. എൻ്റെ പൊന്നോ, ഇനിയിപ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഊരേണ്ട ആവശ്യം കാണില്ല. സംഭവം എല്ലാം ഊരിപ്പോകുന്നു കണ്ടോ, എല്ലാം ഊരിപ്പോകുന്നു. ഇത് ഞാൻ ഒന്നും കൂടെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ മോളിങ്, ഏകദേശം ഒരു ഇത്ര ഹൈറ്റിൽ നിന്ന് സൈക്കിളിൻ്റെ കുറച്ചും കൂടെ ഈ ഒരു ഹൈറ്റിൽ നിന്ന് ഇട്ട് നോക്കാം എന്ത് സംഭവിക്കും. ഓക്കെ, അപ്പം ഇതാണ് അവസ്ഥ. ഓ മൈ ഗോഡ്, പൊട്ടിപ്പോയെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, പൊട്ടിപ്പോയില്ലെന്ന് തോന്നുന്നു. നമുക്ക് വീണ്ടും ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് പോന്ന് ഇത് നമുക്ക് വീണ്ടും ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയാണ് നമ്മൾ വെള്ളം ഒഴിക്കണ്ട കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് ഇനിയിപ്പം ഇതും കൂടെ ഒന്ന് പഴയ പോലെ ഫിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ ഹൈറ്റ് ചെയ്യുന്ന ഡ്രോപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചെറിയൊരു ഹൈറ്റിൽ നിന്ന് വീണപ്പോഴത്തേക്ക് സംഭവം പണിപാളി അവസ്ഥ കേട്ടോ. ഓക്കെ, സോ ഗൈസ് നമുക്ക് ആദ്യമേ ഒന്ന് ഫിക്സ് ചെയ്യണം. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് പോറൽ വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാണിച്ച് ഇവിടെ ഉണ്ടോ, ഇതാ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇതുണ്ട്, ഇവിടെ ഇച്ചിരി പോറൽ വന്നു. നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരിക്കും. ഇതാണ് നമ്മുടെ പോറൽ കേട്ടോ, കണ്ടോ. അത്യാവശ്യം നല്ല പോറൽ ഇവിടെ വന്നിട്ടുണ്ട്, സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സംഭവം നല്ല സ്ക്രാച്ച് ആയിട്ടുണ്ട്. സോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഡാമേജ് ഒന്നുമില്ല കേട്ടോ ഗൈസ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ
നമുക്ക് വീണ്ടും ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇത് ഊരിപ്പോയിട്ടോ, ചെറുതായിട്ടൊന്ന് ചെറിയ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഊരിപ്പോ. ഇത് നോക്കാം. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട്. വേറൊരു സാധനം കൂടെ ഉണ്ട്, അതെവിടെ പോകുന്നു എനിക്കറിയത്തില്ല ഗൈസ്. അതാണ്ട നമ്മൾ നേരത്തെ അത്ര ചെറിയൊരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തതാണതേ. ഇവിടെ ഇപ്പം കണ്ടോ, ഇവിടെയാണ് ഇപ്പം ഇരിക്കുന്നത്. ചെറിയ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം. 3, 2, 1. Oh guys, oh my god. Yo, oh my god. യോ, ഇവിടെ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. മൊത്തത്തിൽ പോയിട്ടോ ഗൈസ്, എൻ്റെ പൊന്നു ഗൈസ്, എല്ലാം പോയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഇത് തെറിച്ച് പോയി. പിന്നെതാ ഇത് ഊരിപ്പോന്നിട്ടാ, ഇത് കംപ്ലീറ്റ്ലി ഊരിപ്പോന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നു. കാരണം ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ഇച്ചിരി ഇതാണ്, കുറവാണ്. ഓക്കെ, ചെറിയൊരു ഹൈറ്റിൽ നിന്ന് വിടുമ്പോഴത്തേക്കും ചെറിയ ചെറിയ സംഭവങ്ങൾ ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ മെക്കാനിസംസ്. ഓക്കെ, നല്ല മെക്കാനിസംസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ നമുക്ക് നോക്കുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഡ്രോപ്പ് ചെയ്ത് നോക്കാം. ഇത് ലാസ്റ്റ് ഡ്രോപ്പ് ആയിരിക്കും, പക്ഷെ നമ്മൾ ഭയങ്കര ഹൈറ്റിൽ നിന്നായിരിക്കും ഡ്രോപ്പ് ചെയ്യുന്നത്. ഞാൻ അവിടെ കയറി നിന്നിട്ട്, ചിലപ്പോൾ അവിടെ കയറി നിന്നിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യും കേട്ടോ, അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. 2, 1. ഇതാണ് അവസ്ഥ. കണ്ടോ, ഇതെല്ലാം ലൂസായിപ്പോയി. അതെ, നമ്മുടെ ബാക്കിലത്തെ ഈ ഭാഗമൊക്കെ ലൂസായിപ്പോയി. കണ്ടോ, കാണാൻ പറ്റും. സംഭവം എന്തായാലും മൊത്തത്തിൽ പോയി. യെസ്, ദ ഡാമേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പൊട്ടിപ്പോയി. ഇവിടുത്തെ സംഭവങ്ങളെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. സോ യെസ്, നമുക്ക് വീണ്ടും ഡ്രോപ്പ് ചെയ്യാം. 3, 2, 1. സോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടിയ പാർട്സും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ മറ്റേ ഹീറ്റ് ചെയ്യുന്ന സംഭവം. ഇതാണ് നമ്മുടെ ഹീറ്റ് ചെയ്യുന്ന സാധനം കേട്ടോ. നമ്മുടെ അങ്ങനെ തണുത്തുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ ഹീറ്റായി വരണമല്ലോ ഒരു കോഫി ഉണ്ടാക്കണം. ഇതാണ് ഹീറ്റ് ചെയ്യുന്ന സാധനം. അപ്പം ഇതിനാന്ന് തോന്നുന്നു കംപ്ലയിൻസ്, കാരണം ചില സമയത്ത് സംഭവം ഹീറ്റ് ആകത്തില്ല. ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തോരം വെള്ളമൊക്കെ വരുന്നുണ്ടെന്ന് കൺട്രോൾ ചെയ്യുന്ന സാധനം ഇതാണ്. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ബോർഡും ഉണ്ട്. ഇതാണ് മെയിൻ സാധനം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ പാർട്ടും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമുക്ക് കിട്ടിയ പാർട്ടും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക്, പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷ. ഇറ്റ്സ് മീ ജോൺസ് കുര്യൻ സൈനിങ് ഔട്ട്.